പ്രിയമുള്ളവർ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവ വചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കും. പുതിയതായി കേട്ടു തുടങ്ങുന്ന ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങൾ കേട്ടു തുടങ്ങുക. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളായി കേൾക്കേണ്ടവർ ഷോർട്സിൽ ഞങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങളായി ഉൾപ്പെടുത്തുന്നുണ്ട്. അതും കേട്ട് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. അപ്പൊ എല്ലാവർക്കും നന്മ വരുത്തുവാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് സംഖ്യാപുസ്തകം 36-ാം അധ്യായത്തോടെ അവസാനിക്കുകയാണ്. നാളെ മുതൽ നിയമാവർത്തനത്തിന്റെ പുസ്തകം നമ്മൾ ആരംഭിക്കും. അപ്പൊ എല്ലാവരും ഇടയിൽ പ്രാർത്ഥനാ നിർഭരമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 36-ാം അധ്യായത്തിലേക്ക്. വിവാഹിതയുടെ അവകാശം. ജോസഫിന്റെ ഗോത്രത്തിൽ മനാസയുടെ മകനായ മാഖീറിന്റെ മകൻ ഗിലെയാദിന്റെ കുടുംബത്തലവന്മാർ മോശയുടെയും ഇസ്രായേലിലെ ഗോത്രപ്രമാണികളായ ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ വന്നു പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന് ദേശം കുറിയിട്ട് അവകാശമായി കൊടുക്കാൻ കർത്താവ് അങ്ങയോട് കൽപ്പിച്ചല്ലോ. ഞങ്ങളുടെ സഹോദരനായ സെലോഫഹാദിന്റെ അവകാശം അവന്റെ പുത്രിമാർക്ക് കൊടുക്കാനും കർത്താവ് അങ്ങയോട് കൽപ്പിച്ചു. എന്നാൽ അവർ ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങളിൽപ്പെട്ടവരുമായി വിവാഹിതരായാൽ അവരുടെ ഓഹരി ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് കൈമാറി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് ചെയ്തു. അങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. ഇസ്രായേൽ ജനത്തിന്റെ ജൂബിലി വരുമ്പോൾ അവരുടെ ഓഹരി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് ചേരുകയും ഞങ്ങളുടെ പിതൃഗോത്രങ്ങൾ അവകാശത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. കർത്താവിന്റെ വചനപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ. കർത്താവ് സെലോഫഹാദിന്റെ പുത്രിമാരെ കുറിച്ച് കൽപ്പിക്കുന്നത് ഇതാണ്, തങ്ങൾക്ക് ഇഷ്ടമുള്ളവരുമായി അവർക്ക് വിവാഹബന്ധമാകാം, എന്നാൽ അത് തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമായിരിക്കണം. ഇസ്രായേൽ ജനത്തിന്റെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റരുത്. ഇസ്രായേലിൽ ഓരോരുത്തരും താങ്കളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കണം. ഇസ്രായേൽ ജനത്തിൽ ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ അവകാശം നിലനിർത്തേണ്ടതിന് ഇസ്രായേൽ ജനത്തിന്റെ ഏതെങ്കിലും ഗോത്രത്തിൽ അവകാശമുള്ള സ്ത്രീ സ്വന്തം പിതൃഗോത്രത്തിലെ കുടുംബത്തിൽ ഒരാളുടെ ഭാര്യയാകണം. അങ്ങനെ ചെയ്താൽ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയില്ല. ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രങ്ങളിൽ ഓരോന്നിനും സ്വന്തം അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കും. സെലോഫഹാദിന്റെ പുത്രിമാർ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. മഹ്ല, തീർസ, ഹൊഗ്ല, മിൽഖ, നോവ എന്നിവരായിരുന്നു സെലോഫഹാദിന്റെ പുത്രിമാർ. അവർ തങ്ങളുടെ പിതൃ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി. ജോസഫിന്റെ മകനായ മനാസയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ തന്നെ അവർ വിവാഹിതരാവുകയും അവരുടെ ഓഹരി പിതൃകുടുംബത്തിന്റെ ഗോത്രത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു. ഇവയാണ് ജെറീക്കോയുടെ
എതിർവശത്ത് ജോർദാന് സമീപം മോവാബ് സമുദ്രത്തിൽ വെച്ച് കർത്താവ് മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി.